ഹേ ഗായ്സ്, ഞങ്ങളിന്ന് ഓണമായിട്ടില്ലെങ്കിലും ഓണത്തിന്റെ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുന്നതിന് ഞങ്ങൾ നാലുപേരും. ഇതേനെ ഭാഗ്യത്തിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. ഇതാണ് നമ്മുടെ ഭാഗ്യം, ഞങ്ങളുടെ ഭാഗ്യം. ഗായ്സ്, മെഹന പറഞ്ഞു ബസ് വന്നിട്ട്. മെഹന പറഞ്ഞ ബസ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. അതാണ് ഗായ്സ് മെഹന പറഞ്ഞ ബസ്. ഞങ്ങള് ബസ് വരുമ്പോ കേറി പോവും, പക്ഷെ മേനാടെ ബാഗ് അവിടെ തന്നെ ഇവരെ ഇരിക്കും. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള മേനതേ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ബാക്കി രണ്ടുപേരുടെ അവസ്ഥയല്ലേ, അത് ഞാൻ കാണിച്ചുതരാം. കാഴ്ച പരിമിതരുടെ സീറ്റിലാണ് അവർ രണ്ടുപേരും ഇടുന്നത്. ആദ്യം വീഡിയോ എടുക്കണപ്പോൾ അവർക്ക് മനസ്സിലായില്ല കേട്ടോ എന്താന്ന്. പിന്നെയാണ് അവർക്ക് പിന്നെ ഞങ്ങൾ എറണാകുളം എത്തി, എല്ലാവരും ഇറങ്ങാൻ വേണ്ടി സെറ്റായി. ഭാഗ്യം ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ മാത്രമാണ് ചിരിക്കാൻ ഒരിത്, അത് ഞാൻ ശരിയാക്കി എടുക്കാം. പിന്നെ ഞങ്ങൾ എറണാകുളത്തെത്തി ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യണേന്. റോഡ് ക്രോസ് ചെയ്യാൻ നേരത്താണ് ഭാഗ്യമെൻ്റെ കൈയും പിടിച്ച് ഒരാക്കടെ വട്ടം ചാർന്നത്. ഇപ്പം കാണാം കേട്ടോ, എന്തോ ഭാഗ്യം കൊണ്ടാണ് അയാൾ പതിയെ വന്നത്. പിന്നെ ആ ഒരു സാഹസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പിന്നെ നേരെ മറ്റേ ആദ്യമായിട്ട് എറണാകുളമൊക്കെ കാണാൻ വന്നവരാ ഗൈഡ് ചെയ്യൂലേ, അതുപോലെയാണ് മേന നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ഇന്ന സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് മേന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം രാധാകൃഷ്ണനെ പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോണതെങ്കിലും പോണ വഴിക്ക് കാണുന്ന ചില കടകളിൽ ഞങ്ങൾ വെറുതെങ്കിലും ഒന്ന് കയറി ഒന്ന് നോക്കണം അവിടെ എന്താണുള്ളതെന്ന്. അങ്ങനെ നോക്കാൻ ഇറങ്ങിയതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ചെറിയൊരു ക്ലിപ്സാണ് ഇതൊക്കെ. കയറും എവിടെയെങ്കിലും, എന്നിട്ട് ഇറങ്ങും, എന്നിട്ട് പിന്നെയും കയറും, പിന്നെയും ഇറങ്ങും. അങ്ങനെ നമ്മൾ നേരെ ഇനി രാധാകൃഷ്ണനിലേക്കാണ് ചെല്ലണത്. അങ്ങനെ രാധാകൃഷ്ണനെ ചെന്ന് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മേന വൈറ്റ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. വൈറ്റ് ചിലപ്പോൾ കോളേജിലേക്ക് തയ്ക്കാൻ വേണ്ടി ആയിരിക്കാം. അങ്ങനെ അവൾ അവിടെ വിളിച്ചിട്ട് വാ നമുക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നോക്കാമെന്ന് പറഞ്ഞ് വേഗം ഞങ്ങൾ മേലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മിറർ സെൽഫി. മിറർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടരുതല്ലോ. അപ്പോഴത്തേക്കും ഭാഗ്യം വന്നിട്ടുണ്ട്. ഭാഗ്യം ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. പിന്നെ ഭാഗ്യം ഓരോരോ മെറ്റീരിയലും കാര്യങ്ങളും നോക്കണേന്. അപ്പം ഞങ്ങൾ പഴയ രാധാകൃഷ്ണനിൽ പോകാമെന്ന് വെച്ച് അങ്ങോട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്കും മേനാക്ക് ലിഫ്റ്റിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ തിരിച്ചിപ്പോൾ വരും കേട്ടോ. പക്ഷെ ലിഫ്റ്റ് അപ്പുറത്തെ സെക്കൻഡ് ഫ്ലോറിലേക്ക് അങ്ങനെ എന്തോ ഇരുന്നാറ്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി അവിടെ ചെന്ന് സാരി എടുക്കാനാണ് ആദ്യം ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സാരി എടുക്കും എന്നായി. ഇത്രയും സാരിയൊക്കെ നിരത്തി വെച്ചാൽ ഒന്നാമത് പിന്നെ ഇവൾമാർ കൂടെ ഉള്ളതുകൊണ്ട് സീനില്ല. അങ്ങനെ ഒരു സാരി ഞങ്ങൾ ഫിക്സ് ചെയ്ത് പിന്നെ എനിക്കുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയലിനായി മറ്റേ ഈ നാഗവല്ലി ഈ ചിലങ്ക ആ സംഭവം നോക്കിയ സീനില്ലേ, അതുപോലെയാണ് ഇവർ ഓരോരോ ബ്ലൗസ് തുണിയും ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലാണ് അവരുടെ മറ്റേ സെറ്റ് സാരിക്ക് കൊടുക്കണ ടൈപ്പ് ബ്ലൗസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ മേലേക്ക് വന്ന്. പിന്നെ അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടാത്ത കാരണം ഞങ്ങൾ സാരി മാത്രം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു കുർത്ത നോക്കാനുണ്ടായി ഒരാൾക്ക്. അപ്പോൾ അതും നോക്കി നേരെ ഞങ്ങൾ പരാഗിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ഏകദേശം നല്ല ടൈമായിട്ടാ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണമല്ല, എന്തോന്നും എടുക്കേണ്ടതെന്ന് ആർക്കൊരു ഇതില്ലാത്തതുകൊണ്ട് വെറുതെ ഓരോന്ന് എടുക്കും, നോക്കും, എന്നിട്ട് അവിടെ നടക്കും. അപ്പോഴത്തേക്കും നല്ല ടൈമായി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോണ കാരണം രാത്രിയാവുന്നു വരെ ഓർത്ത് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ. പിന്നെ ഓരോരോ മെറ്റീരിയൽ എടുത്ത് നോക്കണേ. എനിക്കൊരു ബ്ലൗസ് പീസ് കിട്ടി, ഭാഗ്യക്കും കിട്ടി. അപ്പോൾ അതിന് ലൈനിങ് എടുക്കാൻ വേണ്ടി നിൽക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഭാഗ്യക്ക് പിന്നെയും ഭാഗ്യം ക്യാമറ ഓണാക്കുമ്പോൾ ഭാഗ്യയുടെ ചിരി മാറും. നടക്കാനായിട്ട് ഒട്ടും പറ്റാത്തതുകൊണ്ട് സെബാനയും മേനാനെയും ഞങ്ങൾ ക്യാമറ വഴിയാണ് കണ്ടുകൊണ്ടിരുന്നായിരുന്നത്. പിന്നെ അവരുടെയും കൂടി എടുക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ടയേർഡായി. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ.